ചെറിയ വചനചിന്ത നമുക്ക് ഒരുമിച്ച് ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മോർണിംഗ് ഡിവോഷൻ്റെ അനുഗ്രഹത്തിനായി സങ്കീർത്തനങ്ങൾ 20-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 20-ാം അധ്യായം, അതിൻ്റെ 7-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഒരാൾ വായിച്ചാട്ടെ. സങ്കീർത്തനം 20-ന്റെ 7. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ആമേൻ. അടുത്ത വാക്യം, അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. ആമേൻ. നാം വായിച്ച വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. നാം നിരവധി പ്രാവശ്യം നമ്മുടെ പ്രാർത്ഥനകളിലും മറ്റും നാം ഉരുവിടുന്ന വാക്യമാണല്ലോ ഈ വാക്യം. ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ ആശ്രയിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ അനവധി ആശ്രയങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലർ രഥങ്ങളിൽ ആശ്രയിക്കുന്നു, ചിലർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആശ്രയിക്കുന്നു, ചിലർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുന്നു, ചിലർ മക്കളിൽ ആശ്രയിക്കുന്നു. അപ്പോൾ അനേക ആശ്രയം വെച്ചവർ ഒക്കെ മാറിപ്പോകുമ്പോൾ, അനേക ആശ്രയങ്ങൾ തകർന്നു പോകുമ്പോൾ, നമുക്ക് ആശ്രയിപ്പാൻ ഉള്ള ഒരിടം, മാറാത്ത ആശ്രയിപ്പാൻ ഉറപ്പുള്ള ഒരിടം എന്ന് പറയുന്നത് അത് നമ്മുടെ യേശു കർത്താവാണ്. യേശു കർത്താവിൽ ആശ്രയിച്ച ആരും ലജ്ജിച്ചു പോയതായി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നില്ല. രഥങ്ങളിൽ ആശ്രയിച്ചവർ, കുതിരകളിൽ ആശ്രയിച്ചവർ, അവരൊക്കെ ലജ്ജിച്ചു പോയി. എന്നാൽ യഹോവയിൽ ആശ്രയിച്ചവർ ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ വീണ്ടും സങ്കീർത്തനങ്ങളിൽ അങ്ങനെയാണ് ആമേൻ എഴുതിയിരിക്കുന്നത്. യഹോവയിൽ ആശ്രയിക്കുന്നവർ, 125-ാം സങ്കീർത്തനം, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. അപ്പൊ യഹോവയിൽ ഇന്ന് പകലിലും നമുക്ക് നമ്മുടെ ജോലി ഉണ്ടാകാം, നമ്മുടെ കഴിവുകൾ ഉണ്ടാകാം, നമ്മുടെ ബലം ഉണ്ടാകാം, നമ്മുടെ ആമേൻ പലതരത്തിലുള്ള ആശ്രയിപ്പാനുള്ള പല വകകളും നമുക്കുണ്ടാകാം. പക്ഷേ എല്ലാത്തിലും ഉപരി യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാൻ എന്നാണ് ജെറമ്യ പ്രവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര പേർക്ക് ഈ പകലിൽ യേശുപ്പയുടെ മുഖത്തേക്ക് നോക്കി പറയാൻ കഴിയും, എൻ്റെ ആശ്രയം യഹോവയിലാണ്, യഹോവയിൽ തന്നെ ആശ്രയിക്കുകയും യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ ഒരു ഗുണമാണ്, അല്ലെങ്കിൽ അവന് ലഭ്യമാകുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ തൻ്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലം കൈയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. ആർക്കെന്നറിയാമോ? തങ്കൽ ആശ്രയിക്കുന്നവൻ. ഇത് പറഞ്ഞിട്ടാണ് അടുത്ത വാക്യം പറയുന്നത്, ചിലർ രഥങ്ങളിൽ ആശ്രയിച്ചു, ചിലർ കുതിരകളിൽ ആശ്രയിച്ചു, അവർ വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. അപ്പോൾ ഇവിടെ പറയുകയാണ്, തങ്കൽ ആശ്രയിച്ച ആമേൻ ദൈവഭക്തൻ, യഹോവയുടെ അഭിഷക്തൻ, തങ്കൽ ആശ്രയിച്ച യഹോവ ഭക്തനു വേണ്ടി ദൈവം ചെയ്തത് അവിടെ എഴുതിയിട്ടാണ് അടുത്ത വാക്യത്തിൽ രഥങ്ങളിൽ ആശ്രയിച്ചവർ ആമേൻ കുനിഞ്ഞുപോയി, വീണുപോയി എന്ന് പറയുന്നത്. അപ്പൊ 6-ാം വാക്യത്തിൽ യഹോവയിൽ ആശ്രയിച്ചവൻ എന്ത് സംഭവിച്ചു? യഹോവ അവനെ രക്ഷിക്കുന്നു. ഇന്ന് യഹോവയിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ ഭക്തനെ, ദൈവത്തിന്റെ അഭിഷക്തനെ, ആമേ നമ്മുടെ രക്ഷ വരുന്നത് ആമേ ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ നിന്നുമാണ്.
ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നില്ല. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കുമെന്ന് പറഞ്ഞവൻ. ആ ദൈവത്തിൽ നമ്മുടെ ആശ്രയമെങ്കിൽ ഒന്ന്, അവൻ നമ്മളെ രക്ഷിക്കുന്നു. യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക. സങ്കീർത്തനം എഴുതിയ ദൈവത്തിന്റെ ഭക്തൻ, സങ്കീർത്തനം പാടിയ ദൈവത്തിന്റെ അഭിഷിക്തൻ പറയുക, ചിലർ രഥങ്ങളിൽ ആശ്രയിച്ചു, ചിലർ കുതിരകളിൽ ആശ്രയിച്ചു, അവർ കുനിഞ്ഞു വീണുപോയി. പക്ഷേ ഞാൻ നിന്നിൽ ആശ്രയിച്ചു. ഞാൻ നിന്നിൽ ആശ്രയിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നീ എന്നെ രക്ഷിച്ചു. യഹോവ തന്റെ ഭക്തനെ രക്ഷിക്കുന്നു, യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് പറയുമാറ്. ഇപ്പോൾ അറിയുന്നു എന്ന് പറയുമാറ്. ഇന്നലകളിൽ ദൈവം നമ്മളെ രക്ഷിച്ചു, നാം ആശ്രയിച്ചു, ദൈവം നമ്മളെ വിടുവിച്ചു. നാം ആശ്രയിച്ചു, അവൻ നമ്മളെ അനുഗ്രഹിച്ചു. നാം ആശ്രയിച്ചു, അവൻ നമ്മളെ ഉയർത്തി, നമുക്ക് വേണ്ട സഹായങ്ങൾ നൽകി. ഇത് ഇന്നലകളിലെ സാക്ഷ്യമായിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ അറിയുന്നു എന്ന് പറയുമാറ് ചില വിടുതലുകൾ ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് വീണ്ടും അനുഭവിക്കുന്നു എന്ന് പറയുമാറ് ചില ദൈവിക വിടുതലുകൾ നിങ്ങളുടെ കൂടാരങ്ങൾക്കകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. ശംധര മനഘടക റബൽ പ്രൗഢ റമനഘടകരകസ്തിയാല ആമേനാമേ. യഹോവ തന്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു, യഹോവ തന്റെ ജനത്തെ രക്ഷിക്കുന്നു. ആമേനാമേ. അത് ശത്രുവിന്റെ കയ്യിൽ നിന്നാകാം, പകയന്റെ കെണിയിൽ നിന്നാകാം, പകരുന്ന വ്യാധിയിൽ നിന്നാകാം, നാശകരമായ മഹാമാരിയിൽ നിന്നാകാം, ദുഷ്ട കൂട്ടുകെട്ടുകളിൽ നിന്നാകാം. ആമേനാമേ. ഈ ദുഷ്ട ലോകത്ത് ശത്രുവിന്റെ കയ്യിൽ നിന്നും അലറുന്ന സിംഹം എന്ന പോലെ പിശാചാരെ വിഴുങ്ങേണ്ടുവെന്ന് നോക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്നാകാം. തങ്കൽ ആശ്രയിക്കുന്ന നിന്നെ കർത്താവ് രക്ഷിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് പറയുമാറ് ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ കൂടാരങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തരാൻ, അല്ലെങ്കിൽ ഓരോ സെക്കൻഡുകളിലും ഓരോ ദിവസവും നാം അവരിൽ ആശ്രയിക്കുന്നത് കൊണ്ട് അവൻ നമ്മളെ രക്ഷിക്കുന്നുവെന്ന് തിരിച്ചറിയത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആ കൃപകളെ പകർന്ന ദൈവം നമ്മളെ ജയത്തോടെ നടത്തും. അപ്പോൾ ഒന്ന്, തങ്ങൾ ആശ്രയിക്കുന്നവനെ ദൈവം രക്ഷിക്കുന്നു. രണ്ട്, പറയുക, അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്നും തൻ്റെ വലം കൈയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. ആർക്കുത്തരമരുളും? തങ്കൽ ആശ്രയിച്ചവന്. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, അവൻ ദൈവം തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്നും തൻ്റെ വലം കൈയുടെ, തൻ്റെ വലം കൈയെ കുറിച്ച് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങളാണ് ദൈവത്തിന്റെ വലം കൈയെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെപ്പറ്റി ധ്യാനിപ്പാൻ പരിശുദ്ധാത്മാവ് കൃപ തന്നു. ആശ്ചര്യപ്പെട്ടു പോകുന്ന രീതിയിൽ നമ്മളെ ഭയങ്കരമായി മോട്ടീവ് ചെയ്യത്തക്ക, അല്ലെങ്കിൽ നമ്മളെ ലിഫ്റ്റപ്പ് ചെയ്യത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കരങ്ങളെ കുറിച്ച് ധ്യാനിപ്പാനിടയായി. 118 സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു, യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുന്നു. അപ്പൊ യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നെങ്കിൽ ഉയർന്നിരിക്കുന്ന കരം വീര്യം പ്രവർത്തിക്കും, വീര്യം പ്രവർത്തിക്കും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി യഹോവയിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ ഭക്തനെ, യഹോവയിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ മകനെ, യഹോവയിൽ ആശ്രയിക്കുന്ന അഭിഷക്തനെ, അവൻ നിന്നെ രക്ഷിക്കും. രണ്ടാമത് പറയുക, തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്നും തന്റെ വലം കൈയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ തന്റെ വലം കൈയാൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. തന്റെ കരം ഉയർന്നിരിക്കുന്ന കരമാണ്, തന്റെ വലം കരം വീര്യം പ്രവർത്തിക്കുന്ന കരമാണ്. ഈ പകലിൽ എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ പറ്റും? ആമേൻ. കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങയുടെ കരം ഉയർന്നിരിക്കിയാൽ, അങ്ങയുടെ കരം ഉയർന്നിരിക്കിയാൽ, വലം കരം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുകയാൽ ഞാൻ കർത്താവെ അങ്ങയെ സ്തുതിക്കുന്നുവെന്ന് എത്ര പേർ പറയും? ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. 89 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 89 സങ്കീർത്തനത്തിന്റെ 13 വാക്യം ഇങ്ങനെ പറയുന്നു. 89:13, നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്, നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതവുമാകുന്നു. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്, നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതവുമാകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, യഹോവയിൽ ആശ്രയിക്കുന്ന ദൈവഭക്തനു വേണ്ടി, ദൈവമകനു വേണ്ടി ദൈവം എന്താ ചെയ്യുന്നത്? അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്നും
തൻ്റെ വലം കൈ നീട്ടുവാനിടയായിത്തീരും. തൻ്റെ വലം കൈ എന്താണെന്ന് നാം വായിച്ചത് ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്. വീര്യമുള്ള ഒരു ഭുജമുണ്ട്. നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതവുമാകുന്നു. നിന്റെ വലം കൈ ഉന്നതവും. അപ്പോൾ ഇന്ന് പകൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ജഡത്തിലല്ല, ആമേൻ ആമേൻ, സ്വന്തം സൗന്ദര്യത്തിലല്ല, ഡിഗ്രിയിലല്ല, പണത്തിലല്ല, രഥങ്ങളിലും കുതിരകളിലുമല്ല, മറിച്ച് ആമേൻ 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 യഹോവയിൽ ആശ്രയിക്കുന്ന, ഈ അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ യഹോവയിൽ ആശ്രയിക്കുന്ന നീ ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. നിന്നെ അവൻ രക്ഷിക്കും. മറിച്ച് ആമേ അതുമാത്രമല്ല, ആമേൻ ആമേൻ ആമേ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്നോ ആമേ ദൈവം തൻ്റെ ആമേ വലം കൈയുടെ ആമേൻ ആമേ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ നിനക്ക് ഉത്തരമരുളും. ഈ ദിവസങ്ങളിൽ തൻ്റെ വലം കൈയുടെ വീര്യപ്രവൃത്തികളാൽ നിനക്ക് അവൻ ഉത്തരമരുളും. നാം എടുത്തു വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പറഞ്ഞു വിടട്ടെ. മോശയുടെ വലങ്കരത്തിന്മേൽ യഹോവയുടെ വലങ്കരം ഇറങ്ങി വന്നു. മോശയുടെ കരത്തിന്മേൽ യഹോവയുടെ കരം ഇറങ്ങി വന്നു. ഇവർക്ക് വഴിയില്ലെന്ന് ചിന്തിച്ചു. ഇവർ ചെങ്കടലിൽ മുങ്ങിത്താരുമെന്ന് ചിന്തിച്ചു. അല്ലെങ്കിൽ ഫറവോൻ ഇവരെ നശിപ്പിക്കുമെന്ന് ചിന്തിച്ചു. എന്നാൽ മോശയോട് ദൈവം കൈ നീട്ടാൻ പറഞ്ഞു, വടി നീട്ടാൻ പറഞ്ഞു. അവൻ വടിയെടുത്ത് ചെങ്കടലിന്റെ മീതെ നീട്ടുമ്പോൾ അവന്റെ വടിയുടെ കരുത്തോ അവന്റെ കരത്തിന്റെ കരുത്തോ അല്ല, മറിച്ച് അവന്റെ കരത്തിന്മേൽ യഹോവയുടെ കരം. തങ്ങൾ ആശ്രയിച്ച ജനത്തിനു വേണ്ടി, ദൈവഭക്തനു വേണ്ടി ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നു. തന്റെ വലം കൈയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തിയാൽ ദൈവം അവർക്ക് ഉത്തരമരുളിയതുപോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, തൻ്റെ വലം കൈയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തിയാൽ ദൈവം നിനക്ക് ഉത്തരമരുളാൻ പോവുകയാണ്. യഹോവയിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലേ, തൻ്റെ വലം കൈയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ യഹോവ നിനക്ക് ഉത്തരമരുളും. അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്നും തൻ്റെ വലം കൈയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തി അത് ചിലർ കാണാൻ പോകും. എത്ര പേർ ഈ പകൽ അതിന് ആമേൻ പറയും? എത്ര പേർ അതിന് ആമേൻ പറയും? എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ തൻ്റെ വലം കൈയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തി ഞാൻ കാണും. കാരണം ഞാൻ രഥങ്ങളിലും കുതിരകളിലുമല്ല ആശ്രയിക്കുന്നത്. ഞാൻ സൈന്യങ്ങളുടെ യഹോവേ നിന്നിൽ ആശ്രയിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവേ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സൈന്യങ്ങളുടെ യഹോവേ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നീ അവനെ രക്ഷിക്കുന്നു. സ്തോത്രം. അടുത്തത് പറയുക, ഞങ്ങൾ നിങ്ങൾ ആശ്രയിക്കുന്നു, അതുകൊണ്ട് അവർ കുനിഞ്ഞു വീണുപോയി, ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. അപ്പോ ഒന്ന്, ആശ്രയിച്ച നിന്നെ രക്ഷിക്കും. രണ്ട്, തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്നും തൻ്റെ വലം കൈയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികൾ നിനക്ക് വേണ്ടി അയക്കും. മൂന്ന്, നിന്നെ നിവർത്തി നിർത്തുമെന്ന് ഈ പകൽ എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ പറ്റും? നിന്റെ കുടുംബ ജീവിതത്തിലാകട്ടെ, നിന്റെ ജോലിയിലാകട്ടെ, നിന്റെ ശുശ്രൂഷകളിലാകട്ടെ, ചിലർ കുനിഞ്ഞു വീണുപോകും. പക്ഷെ യഹോവയിൽ ആശ്രയിച്ച നീ കൂനുമല്ല, നീ നിവരും. പട്ടണത്തിൽ നീ നിവരും. ദേശത്ത് നിന്നെ നിവർത്തി നിർത്തും. ഈ പകലിൽ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ആരൊക്കെ ഏതൊക്കെ മേഖലയിൽ കുനിഞ്ഞിരിക്കുന്നുവോ അവിടങ്ങളിൽ നിവർത്തുന്ന ദൈവശക്തി, അവിടങ്ങളിൽ നിന്നെ നിവർത്തുന്ന ദൈവകൃപ ഈ പകൽ ദൈവജനത്തിന്റെ മേൽ ഇടിച്ചിറങ്ങട്ടെ. അന്തരഘട്ടം വാദിക്കേരം ദൂരകൽ കനകടകരഗതിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവരോ കുനിഞ്ഞു വീണുപോയി, ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. എന്നെ നിവർത്തുന്ന യഹോവയിൽ ആശ്രയിച്ച നീ ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. സിയോൻ പർവ്വതം എങ്ങും ബെൻഡായിട്ടില്ല, സിയോൻ പർവ്വതം എങ്ങും വളഞ്ഞു പോയിട്ടില്ല. യഹോവയിൽ ആശ്രയിക്കുന്ന നീ അതുപോലെ നിന്നെ നിവർത്താൻ എന്റെ ദൈവം ശക്തനാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? എത്ര പേർ അതിന് ആമേൻ പറയുന്നു? ആമേൻ. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നത്, ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ചു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ നാമത്തെ കീർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ ആശ്രയിക്കുന്നു. അവനിൽ ആശ്രയിച്ച നിന്നെ അവൻ രക്ഷിക്കും. രണ്ട്, തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്നും
തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ നിനക്ക് ഉത്തരമരുളും. 3, ആമേൻ, നിന്നെ എഴുന്നേറ്റ് നിവർത്തി നിർത്തുമാറാക്കും. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ എല്ലാ കണ്ണുകളും അടച്ചേ. അപ്പാ, ഈ പകൽ അങ്ങ് തന്ന വചനത്തിനായി നന്ദി. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ഞങ്ങളെ നീ രക്ഷിക്കും. നീ നിന്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു എന്ന് ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്നും നിന്റെ വലം കൈയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ ഞങ്ങൾക്ക് ഉത്തരം അരുളുന്നതിനാൽ നന്ദി. ഞങ്ങളെ നീ നിവർത്തി നിർത്തുകയാൽ സ്തോത്രം. അവർ കുനിഞ്ഞു വീണുപോയി, ഞങ്ങളോ ആമേ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുമാറാക്കും. കർത്താവേ, ഇന്ന് വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ ഇവർ നിവരട്ടെ. ഈ വചനത്താൽ രക്ഷാകരമായ ദൈവത്തിൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ ഇവർക്ക് അങ്ങ് ഉത്തരമരുളുകയാൽ നന്ദി പറയുന്നു. സ്വർഗമേ, ഇതിവരുടെ സാക്ഷ്യമാകട്ടെ. ഈ ആഴ്ചകളിൽ അത് വെളിപ്പെടുകയാൽ നന്ദി. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങിൽ ആശ്രയിക്കുന്നു. അങ്ങ് അത്ഭുതം ചെയ്യും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ചേർന്ന് പാടിയേ ആ